അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിക്കുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അസ്സാലിഖു സ്വാദിഖു ലാ യസാലു ഫി മസീദി മിനൽ മഅരിഫത്തി വൽ ഇബാദത്തി ഹത്താ യഖ്റുജു മിനദ് ദുനിയ. ഒരാൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു, ഒരാൾ അല്ലാഹുവിലേക്ക് ഇബാദത്തെടുക്കുന്നു, നല്ലവനാണ്, നല്ലൊരു മുത്തഖിയാണ് എന്നതിൻ്റെ അടയാളം എന്ത് എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ദിവസം ഓരോരോ ദിവസം അവൻ മെച്ചപ്പെടലാണ്. അതായത് ഇന്നലത്തെക്കാൾ ഇന്ന് എൻ്റെ ഇബാദത്തിൽ കൂടുതൽ സിയാദത്തുണ്ടാകണം, വർധനവുണ്ടാകണം, അധികരിപ്പിക്കലുണ്ടാകണം. അതേ ഖുർആനിലും ദിക്റുവത്തിലും കൂടുതൽ ഈമാനും ഇൽമും ഇബാദത്തുകളും ഓരോരോ ദിവസം എനിക്ക് കൂടുതൽ ഉണ്ടാകേണ്ടതാണ്. അതാണ് ഞാൻ അല്ലാഹുവിലേക്ക് എത്തിപ്പെടുന്നുണ്ട്, ഞാൻ അല്ലാഹുവിൻ്റെ വഴിയിൽ ഉള്ളവനാണ് എന്നതിൻ്റെ തെളിവ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് പറയുന്നു, വദാലിക അലാമത്തു സിദ്ഖി, അതാണ് നല്ല അല്ലാഹുവിൻ്റെ റൂട്ടിൽ സഞ്ചരിക്കുന്നവൻ്റെ അടയാളം. എന്നിട്ടോ ഫൈദാ വഹറ അലൈഹി അസറു മിന തഖ്സീരി ദല്ല ദാലിക അലാ ഉഖൂഫിഹി വഅലാ ഫുതുരിഹി. അതേ സമയത്ത് ഇന്നലത്തിനേക്കാൾ ഇന്ന് മോശപ്പെട്ടതാണ്. ഇന്നാലുണ്ടായിരുന്ന നിസ്കാരം, സുന്നത്ത് നിസ്കാരം, ദിക്ർ, സ്വലാത്ത് അത്തരമൊന്നും ഇന്നില്ല. ഇനി നാളെയാണെങ്കിലോ അത്രയുമില്ല. എന്നാണെങ്കിലേ നീ പരാജയപ്പെട്ടു പോവുകയാണ്, നിന്നിൽ കുറവ് വരുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ, നമ്മുടെ ജീവിതം പലപ്പോഴും അങ്ങനെ ആയിപ്പോവുകയാണ്. സൂക്ഷിക്കണം. നമ്മൾ ഓരോരോ ദിവസം ഒരു ചെറിയ രീതിയിലെങ്കിലും അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. അതാണ് നല്ലവരുടെ സ്വഭാവം. ഒരു മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായൊരു വിഷയമാണ്. അല്ലാഹു എനിക്കെല്ലാം തൗഫീക്ക് നൽകും. ഒന്ന് മനസ്സ് തിരിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ മതി. അതേ സമയത്ത് ഒരാൾ ചീത്തയാവാൻ തീരുമാനിച്ചാൽ പിന്നെ അവനേക്കാൾ ചീത്ത പിന്നെ ആരും ഉണ്ടാവില്ല. ആ രീതിയിൽ മോശപ്പെട്ടു പോവുകയാണ്. യസ്ഹു കുല്ലു ഇൻസാനും കുത്തുബ സമാനിഹി. ഒരാൾ നന്നായി എത്രത്തോളം നന്നാവെന്ന് പറഞ്ഞാലേ ചിലപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ കുത്തുബ് തന്നെ അവനാകാൻ സാധ്യതയുണ്ട്. അത്രമാത്രം നന്നാവാനുള്ള കഴിവ് അല്ലാഹു എനിക്ക് നൽകും. അതേ സമയത്തോ ഫിർഔന സമാനി, ചിലപ്പോൾ അവൻ മോശപ്പെട്ടാൽ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഫിർഔനും അവനാകാനും സാധ്യതയുണ്ട് എന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താകാനാണ് നമ്മൾ പോകുന്നത് എന്ന് പലപ്പോഴും നമ്മളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമുക്കെല്ലാത്തിനും ഒരു നിയത്ത് വേണം, ഒരു മനക്കരുത്ത് വേണം. അല്ലാഹുവിലേക്ക് എത്തിപ്പെടണം, അല്ലാഹുവിനെ എനിക്ക് കിട്ടണം, അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടണം, അല്ലാഹുവിൻ്റെ റിള കിട്ടണം, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടാകണമെന്ന് ആ നിയത്തും ആ ഹിമ്മത്തും എന്നെ കൊണ്ട് സാധിക്കുമെന്ന രീതി ജീവിക്കണം. അതാണ് മഹാന്മാർ പറയുന്നു, ലിൽ ഇൻസാനി ജനാഹാനി യസീരു ബിഹിമാ. ഒരു മനുഷ്യനിക്കുണ്ടാകേണ്ടത്, നന്നാകാൻ ഉദ്ദേശിക്കുന്നവനിക്കുണ്ടാകേണ്ട രണ്ട് കാര്യങ്ങളാണ് ആ നീയത്തു വൽ ഹിമ്മത്തു. ഒന്ന് നീയത്താണ്, മറ്റൊന്ന് അതിനേക്കുള്ള മനക്കരുത്താണ്. എന്താണ്? എന്നിട്ട് പറയുന്നു, വഹ്ലുസമാനി വാക്കിഫൂന ബൈനഹുമ ഫബഅദുഹുമ നീയത്തുൻ വലാകിമാ ഫീഹി ഹിമ്മത്തുൻ. ചില ആൾക്കാർക്ക് നല്ല നീയത്തുണ്ട്, അതാണ് എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. പക്ഷെ അതിനുള്ളൊരു ഹിമ്മത്ത്, അതിനൊരു മനക്കരുത്ത്, അതിനു വേണ്ടിയുള്ള മനസ്സിനൊരു തയ്യാറെടുപ്പ് അവനുണ്ടാകുന്നില്ല. അതേ സമയത്തു ചില ആൾക്കാർക്ക് ഹിമ്മത്തൊക്കെ നല്ല ഉഷാറാണ്, പക്ഷേ നീയത്തുണ്ടാവില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്കും ഏതു സമയത്തിലും അല്ലാഹുവിനെ ചിന്തിച്ച് ജീവിക്കുന്നവരാകണം. അതല്ലേ റബ്ബു നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വേറൊന്നുമല്ലല്ലോ. നമ്മെ ഇത്രമാത്രം സൃഷ്ടിച്ച് ഇതൊക്കെ നമുക്ക് നൽകി വേണ്ടതുപോലെ ഓരോ നിമിഷം നമ്മെ സംരക്ഷിച്ച് നമ്മളെ നോക്കി നമുക്ക് വേണ്ടതെല്ലാം അവൻ തന്ന് നമ്മെ നിയന്ത്രിക്കുമ്പോൾ അവൻ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ശുക്റും ഇബാദത്തും അവനൊരു നന്ദിയുള്ളൊരു അടിമയായി ജീവിക്കാനല്ലേ. അതല്ലേ ഏറ്റവും വലിയ സുന്ദരമായ സന്തോഷമുള്ളൊരു ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വാതിലുകൾ അവൻ തുറന്നു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.